അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എങ്ങനെ ഈ ഒരു ചാപ്റ്ററിൽ കമ്പ്യൂട്ടർ സിസ്റ്റം എങ്ങനെ ഓപ്പൺ ആകുന്നു, എങ്ങനെ അത് ഓപ്പൺ ആയതിനു ശേഷം അത് ഓപ്പൺ ആകുമ്പോൾ എങ്ങനെയാണ് അത് അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റത്തിലേക്ക് കമ്മ്യൂണിക്കേഷൻസ് എനേബിൾ ആവുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നത് എന്നുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അവിടെ നമുക്ക് ബയോസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളുടെ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റത്തെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കേണൽസിനെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ആക്ച്വലി നിങ്ങളുടെ ക്ലാസ്സിൽ ഓൾറെഡി എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മളുടെ ആക്ച്വലി മെമ്മറി ഹയറാർക്കി പോലെയുള്ള കാര്യങ്ങൾ അത് വളരെ എക്സാംസിൽ ഡിമാൻഡിങ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. വിർച്വൽ മെമ്മറി, മെയിൻ മെമ്മറി, ഫിസിക്കൽ മെമ്മറി, ക്യാഷ് മെമ്മറി, സെക്കൻഡറി മെമ്മറി പോലെയുള്ള മെമ്മറി ഹയറാർക്കീസ്. പിന്നെ നമ്മളുടെ ലൈക്ക് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി, സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി, പിന്നെ റീഡ് ഒൺലി മെമ്മറി ആയിട്ടുള്ള റോം ആയ കൺസെപ്റ്റുകൾ. ഇത്രയാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ആക്ച്വലി മൈക്രോ പ്രൊസസേഴ്സിനെ കുറിച്ചുള്ള സെഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഇതിലൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഒക്കേഴ്സ് വെൻ എ കമ്പ്യൂട്ടർ ഈസ് പവേർഡ് ഓൺ ഈസ്. ഒരു കമ്പ്യൂട്ടർ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്ന കാര്യം എന്താണ്? ഈ 4 കാര്യങ്ങളും ആക്ച്വലി നമ്മളുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ യൂസേജിന് കമ്പ്യൂട്ടർ റെഡിയായി നിൽക്കുന്നത് വരെയുള്ള സ്റ്റെപ്പാണ്. ഈ 4 സ്റ്റെപ്പിൽ ഏതാണ് ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന്റെ കേണൽ ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബൂട്ട് ചെയ്യുന്ന ബൂട്ട് ലോഡറിന്റെ എക്സിക്യൂഷൻ, ഇല്ലെങ്കിൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് അതായത് പോസ്റ്റ് പെർഫോം ചെയ്യുന്നു. ഓപ്ഷൻ ഡി, ഡിസ്പ്ലേയിങ് ദ യൂസർ ലോഗിൻ സ്ക്രീൻ. ഏത് സ്റ്റെപ്പാണ് നമുക്ക് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ആദ്യം പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യം നടക്കുന്നത്? ഒന്ന് പറയാവോ? അറിയാവുന്ന ഉണ്ടെങ്കിൽ. ഓപ്ഷൻ ബി ആണ് എന്ന് അശ്വിൻ പറയുന്നു. അതായത് നമ്മുടെ എക്സിക്യൂഷൻ ഓഫ് ബൂട്ട് ലോഡർ. സ്ലൈഡ് മിസ്സിംഗ് ആയോ? ഇല്ല, ഓപ്ഷൻ പറഞ്ഞതാണ്, എനിക്ക് ക്ലിയർ ആയില്ല. എന്തോ പറഞ്ഞു? ഓപ്ഷൻ ബി അല്ലേ? അശ്വിൻ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞു. ഏതൊരു പെൺകുട്ടി വേറൊരു ഓപ്ഷൻ പറഞ്ഞതുപോലെ ഞാൻ കേട്ടു. ഇല്ല, ആരും പറഞ്ഞില്ല. ഹലോ, ഹലോ, അശ്വിൻ മാത്രമാണോ ആൻസർ ചെയ്തോളൂ? നിങ്ങൾക്ക് എനിക്ക് മാത്രമാണോ അത് കേൾക്കാത്തത്? ശരി, അശ്വിന്റെ സൗണ്ട് എനിക്ക് ക്ലിയർ ആയിരുന്നു. ഓപ്ഷൻ സി പോസ്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ, എനിക്ക് ആ ഓപ്ഷൻ ഏതാണെന്ന് ക്ലിയർ ആയില്ല. അപ്പൊ അശ്വിൻ ഓപ്ഷൻ ബി പറഞ്ഞു, എക്സിക്യൂഷൻ ഓഫ് ബൂട്ട് ലോഡർ പറഞ്ഞു. നമുക്കിപ്പോ സി ഓപ്ഷൻ പറഞ്ഞത് ആരാണ്? ദീപയാണോ? ആരാണ്? അതെ, ഓക്കെ ഓക്കെ, ദീപ ഓപ്ഷൻ സി പറഞ്ഞു. നമുക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷൻ എയോ ഡിയോ പറയാൻ ആരെങ്കിലും ഉണ്ടോ? രശ്മി ഓപ്ഷൻ സി പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദീപനെ. സോ നമുക്ക് മെജോറിറ്റിയുടെ ഒപ്പം തന്നെ പോകാം. മെജോറിറ്റി പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. പെർഫോമിംഗ് ഓഫ് ദ ബൂട്ട് ലോഡർ
സോറി, എക്സിക്യൂഷൻ ഓഫ് ദ ബൂട്ട് ലോഡർ അല്ല. നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്നത് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. പോസ്റ്റ് ആണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് നടക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് പോസ്റ്റ് ആണ്. നമുക്ക് പ്രധാനമായിട്ടും 4 സ്റ്റേജുകളെ പറ്റിയാണ് നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. ആ 4 സിസ്റ്റത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പോസ്റ്റ് പെർഫോം ചെയ്യുന്നത്. നമുക്ക് ആക്ച്വലി കഴിഞ്ഞ വർഷത്തെ ജൂനിയർ ഇൻസ്പെക്ടറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആക്ച്വലി ഇതായിരുന്നു. കാരണം നമുക്ക് ഇതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആക്ച്വലി പവർ ഓൺ സെൽഫ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചത്. ഫസ്റ്റ് തന്നെ എന്താണ് പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നൊരു എക്സ്പ്ലനേഷൻ ആക്ച്വലി ഞാൻ നിങ്ങളുടെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ക്ലാസ് നോട്ട്സിൽ ഓൾറെഡി തന്നെ വന്നിട്ടുണ്ടാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ചെക്ക് ചെയ്യുവാണ് നമ്മളുടെ ഹാർഡ്വെയർ കമ്പോണൻസ് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നതിന് മുന്നേ അതിന്റെ ബേസിക് ലൈക്ക് കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടോ എന്നത് ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അതായത് അതിന്റെ കണക്ഷൻസ് എല്ലാം റെഡി ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ് ആണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അല്ല കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നതും ഒക്കെയുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമുക്ക് 4 പ്രൊസീജിയേഴ്സ് ആണുള്ളത്. ആ 4 പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. ഇതിനകത്ത് ആ ബയോസിന്റെ ഫുൾ ഫോമും കൂടി നിങ്ങളൊന്ന് നമുക്ക് ഇനി വരാനുണ്ട്. ബയോസിന്റെ സെറ്റിംഗ്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസും വരാനുണ്ട്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ഒരിക്കലും തെറ്റിപ്പോകരുത്. നമ്മളിൽ ബയോസിനെ പോലെ തന്നെ പറയാറ് ബയോസിന്റെ അതേ കർത്തവ്യം ചെയ്യുന്നതിന് നമ്മൾ UEFI എന്ന് പറയുന്ന ഒരു പേര് വെച്ചും പറയാറുണ്ട്. യൂണിഫൈഡ് എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ്. ഇവിടെ എല്ലാം നിങ്ങൾ ആക്ച്വലി ആ വേർഡ്സ് അതിന്റെ ഫുൾ ഫോം കറക്റ്റ് ആയിട്ട് പഠിക്കണം. കാരണം നമുക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. കാരണം കഴിഞ്ഞ കൊല്ലം നെറ്റ്വർക്സിന്റെ ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കിയിട്ടുണ്ട്, ഫുൾ ഫോം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. POP പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. മോഡം, മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ, അങ്ങനത്തെ ഫുൾ ഫോം ആക്ച്വലി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ബയോസിന്റെ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം നിങ്ങൾക്ക് അറിയാമെങ്കിലും അത് തറവായിട്ട് തന്നെ ഇരിക്കണം. ഒരു രീതിയിലും ഡൗട്ട് തോന്നരുത്. കാരണം ആക്ച്വലി അവർ ഒരു വേർഡ് ആയിരിക്കും ചേഞ്ച് നടത്തുന്നുള്ളൂ. ഇപ്പൊ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിൽ തരാം. അപ്പൊ നിങ്ങൾ ആക്ച്വലി പെട്ടെന്ന് വായിച്ചു പോകുന്ന സമയത്ത് തെറ്റി മാർക്ക് ചെയ്യരുത്. കൃത്യമായും വായിച്ചു നോക്കിയിട്ട് വേണം ഉത്തരം മാർക്ക് ചെയ്യാനായിട്ട്. സോ UEFI എന്ന് പറയുന്നത് യൂണിഫൈഡ് എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ് ആണ്. ഇവിടെ ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം, ബയോസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മദർ ബോർഡിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ മദർ ബോർഡാണ് നമ്മുടെ ആക്ച്വലി ഹാർഡ്വെയറിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ അതുകൊണ്ടാണല്ലോ ലൈക്ക് ഒരു കുട്ടി ജനിക്കുന്നത് പോലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ആ ഒരു ജനനം തുടങ്ങുന്നത്, അതിന്റെ ഒരു ഹാർഡ്വെയറിന്റെ തുടക്കം തന്നെ വരുന്നത് നമ്മുടെ മദർ ബോർഡിലാണ്. ആ മദർ ബോർഡിൽ നമ്മൾ അസംബിൾ ചെയ്തു വെച്ചിട്ടുള്ള ഡിവൈസസുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിലൂടെയാണ് ആ ഒരു ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കൊളാബറേഷൻ ഓർ ഇന്ററാക്ഷൻ ആണ് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ യൂസേജ് എനേബിൾ ചെയ്യുന്നത്. സോ നമ്മളുടെ ഈ പറയുന്ന പ്രൊസീജിയർ, അതായത് കമ്പ്യൂട്ടർ ബൂട്ടിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡിംഗ് എന്ന് പറയുന്ന ആ പ്രവൃത്തി നമ്മളൊരു 4 സ്റ്റേജിലൂടെയാണ് പോകുന്നത്. ഈ 4 സ്റ്റേജിന്റെ ഓർഡർ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി മാച്ചസ് ദ സീക്വൻസ് ഓഫ് ബൂട്ടിംഗ് പ്രോസസ്? നമുക്ക് ആക്ച്വലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, ഇതിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഓൾറെഡി എലിമിനേറ്റ് ചെയ്യാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ പോസ്റ്റ്, ദെൻ ബൂട്ട് ലോഡർ, ദെൻ ബയോസ് ഓർ UEFI, ദെൻ കേർണൽ, ദെൻ യൂസർ ലോഗിൻ. ഓപ്ഷൻ ബി ബയോസ്, അത് വിടാം. നമുക്കുള്ളത് എയോ സിയോ എന്ന ഡൗട്ടാണല്ലോ വരുന്നത്. പോസ്റ്റ്, ബയോസ്, UEFI, ബൂട്ട് ലോഡർ, കേർണൽ, യൂസർ ലോഗിൻ. എന്തായാലും യൂസർ ലോഗിൻ അവസാനമാണ് നമുക്ക് വരുന്നത്.
അമൽ സി പറഞ്ഞിട്ടുണ്ട്. ബാക്കി പ്രസന്റേഷൻ ഇഷ്യൂ ഉണ്ടോ അപ്പോൾ? ഇല്ലല്ലോ. ലക്ഷ്മി ഒന്ന് ചെക്ക് ചെയ്യണേ. വാണി, അമൽ സി ഓപ്ഷൻ ആണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും വിരുദ്ധാഭിപ്രായം ഉണ്ടോ? യെസ്, ദീപയും സിയിലേക്ക് തന്നെയാണ് പോയേക്കുന്നത്. സോ അവര് പറയുന്നത് ആദ്യം പോസ്റ്റ് ആണ്, അതിനുശേഷം ബയോസ് ഓർ UEFI, അതിനുശേഷം നമ്മളുടെ ബൂട്ട് ലോഡർ, ദെൻ കേർണൽ, ദെൻ യൂസർ ലോഡിംഗ്. മെജോറിറ്റി അങ്ങനെ പറയുവാണെങ്കിൽ നമുക്ക് അവരോടൊപ്പം പോയല്ലേ പറ്റൂ. പക്ഷെ അത് ശരിയുമായിരിക്കണം. സോ ഇവിടെ ഈ ഉത്തരം ശരിയാണ്. കാരണം നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കമ്പ്യൂട്ടർ സിസ്റ്റം ഓൺ ചെയ്യുമ്പോഴുള്ള ആദ്യത്തെ പ്രോസസ്സ് പോസ്റ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ ആദ്യം ലോഡ് ചെയ്യുന്ന ഒരു ഫേംവെയർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം അല്ലെങ്കിൽ യൂണിഫൈഡ് എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ് ആണ്. സോ അവരാണ് അതിനുശേഷം ബൂട്ട് ലോഡറിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് നമ്മളുടെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ, ലിനക്സ് ആണെങ്കിൽ ലിനക്സ്, അല്ലെങ്കിൽ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ്, അതിന്റെ കേർണലിലേക്ക് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ക്ലാസ്സിൽ തറവായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷമാണ് അവസാനം നമ്മുടെ യൂസർ ലോഗിനിലേക്ക് വരുന്നു. അവിടെ ഒതന്റിക്കേഷൻ സക്സസ്ഫുൾ ആകുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ യൂസേജ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ക്രക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓർഡർ ആയിരിക്കണം. പിന്നെ ആക്ച്വലി നമ്മളുടെ മെയിൻ കമ്പോണൻസിന്റെ ഫുൾ ഫോംസ് ഒരിക്കലും മിസ് ആകാനായിട്ട് പാടില്ല, തെറ്റിക്കരുത്. കാരണം ഓരോ വേർഡും നമ്മൾ ഓർത്തിരിക്കണം. ഇപ്പൊ യൂണിഫൈഡ് തന്നെ അവർക്ക് ആക്ച്വലി മാറ്റി യൂണിഫിക്കേഷൻ എന്നോ പറഞ്ഞ് തന്നെ സിമിലർ ആയിട്ടുള്ള വേർഡ്സ് വെച്ച് തന്നെ അവർക്ക് നമ്മളെ തെറ്റിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ വേർഡ് യൂണിഫൈഡ് എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ് ആണ് എന്ന് നമ്മൾ തറവായിട്ട് ഓർത്തിരിക്കണം. സോ നമുക്ക് നെക്സ്റ്റ് ഇത് ആണ്. ഇത് ആക്ച്വലി കമ്പ്യൂട്ടർ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏത് ഷോർട്ട് കട്ട് ആണ് നമ്മൾ ബയോസ് സെറ്റപ്പ് യൂട്ടിലിറ്റിക്ക് വേണ്ടി നോർമലി യൂസ് ചെയ്യുന്നത്? ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആരും തെറ്റിക്കാൻ പാടില്ലാത്ത ഉത്തരമാണ്. എല്ലാ സ്റ്റുഡൻസും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ F2 ആണ് നോർമലി നമ്മൾ യൂസ് ചെയ്യാറ്, അല്ലെങ്കിൽ ഡിലീറ്റ് ബട്ടൺ. നമ്മൾ ആക്ച്വലി നോർമലി യൂസ് ചെയ്യുന്നത്, മെജോറിറ്റി ആളുകൾ യൂസ് ചെയ്യുന്നത് നമ്മൾ F2 ആണ്. F2 നമ്മളുടെ അതൊരു F2 നമ്മളുടെ ബയോസ് സെറ്റപ്പ് ആണ് എന്നത് അത്രയും തറവായിട്ടുള്ള ഒരു നോളജ് ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഒരിക്കലും നമുക്ക് തെറ്റിക്കാനായിട്ട് പാടില്ല. കാരണം മോസ്റ്റ് ആൾക്കാരും ശരിയാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി, F2 ഓർ ഡിലീറ്റ്. ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ ബൂട്ട് പ്രോസസ് നമ്മൾ F2 അല്ലെങ്കിൽ ഡിലീറ്റ് ബട്ടൺ ചെയ്യുമ്പോൾ ബയോസ് സെറ്റപ്പ് യൂട്ടിലിറ്റി വരുന്നു. പിന്നെ ചില ഇതിലൊക്കെ F10 ഉണ്ട്, F12 ഉണ്ട്, എസ്കേപ്പ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട. കോമൺ ആയിട്ട് F10 അല്ലെങ്കിൽ F12 സം മാനുഫാക്ചേഴ്സിലുണ്ട്. പക്ഷെ മെജോറിറ്റി നമുക്ക് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ തന്നെ ക്യാൻസൽ ആക്കിയില്ലെങ്കിൽ, ചലഞ്ച് ചെയ്തിട്ട് ക്യാൻസൽ ആക്കിയില്ലെങ്കിൽ അതിന്റെ ഉത്തരം F2 ആയിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമ്മളപ്പോ ഈ ബയോസിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ പയ്യെ കടക്കുവാണ്. സോ ബൂട്ട് ഓർഡർ സെറ്റിംഗ് ഫൗണ്ട് ഇൻ ദ ബയോസ് ഈസ് യൂസ്ഡ് ടു. ബൂട്ട് ഓർഡർ സെറ്റിംഗ് എന്ന് പറയുന്ന പ്രവൃത്തി നമ്മുടെ ബയോസിന്റെ അകത്ത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അതിന്റെ ഓപ്ഷൻസ് ആക്ച്വലി കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ഒരു രീതിക്കാണ്. കാരണം അവിടെ ഭയങ്കരമായ കൺഫ്യൂഷൻസ് വരുത്തണ്ട എന്ന് വിചാരിച്ച്. കാരണം അത് തറവായിരിക്കണം. ഫസ്റ്റ് ഇത് പറഞ്ഞിരിക്കുന്നത് കൺട്രോൾ ദ സ്പീഡ് ഓഫ് ദ CPU
and B option set the date and time of the system. Option C എന്ന് പറയുന്നത് specify the sequence of devices to load the operating system. D adjust the screen brightness. So ഇവിടുത്തെ ഓപ്ഷൻസ് ആക്ച്വലി നമുക്ക് വളരെ എന്താ ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. സോ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സി ആണ് കറക്റ്റ്. കാരണം ഇതിന്റെ ഓപ്ഷൻസിൽ തന്നെ ആക്ച്വലി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഓപ്ഷൻ തന്നെ വരുന്നത് ഏതൊക്കെ ഓർഡറിലാണ് ഡിവൈസസ് ലോഡ് ചെയ്യേണ്ടത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ലോഡ് ചെയ്യേണ്ടത് എന്നതാണ് ബൂട്ട് ഓർഡർ സെറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ ആക്ച്വലി നമുക്ക് എന്താ ഈവൻ തെറ്റിപ്പോയാലും നമുക്ക് അവിടെ എന്താ ബൂട്ട് ചെയ്യേണ്ട ഓർഡറിന്റെ സെറ്റിംഗ് അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം. അവിടെ ഓർഡർ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. ഞാൻ എന്റെ പ്രീവിയസ് ക്ലാസ്സസിന് പറഞ്ഞു നമുക്ക് അങ്ങനെ പേരിൽ നിന്ന് ഡെസിഫർ ചെയ്തെടുക്കാവുന്ന ഡെഫിനിഷൻസ് നമ്മൾ അങ്ങനെ ഓർത്ത് വെക്കണം. അതോടൊപ്പം തന്നെ ചില എക്സെപ്ഷൻസ് നമുക്ക് പേരിലൂടെ ഡെസിഫർ ചെയ്ത് എടുക്കാൻ പറ്റാത്തതുണ്ട്. അത് എക്സെപ്ഷൻസ് ആണ്. ആ എക്സെപ്ഷൻസ് നമ്മൾ മാറ്റി എഴുതി വെക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പറയാം. അപ്പൊ അതൊരു ലിസ്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വന്നു കഴിഞ്ഞാൽ ഇത് തമ്മിൽ മാറിപ്പോയില്ല. ഓക്കെ, സോ അതിന്റെ ഒരു സെപ്പറേറ്റ് ലിസ്റ്റ് മേക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെ ഒരു ഡൗട്ടുമില്ല, ബൂട്ട് ഓർഡർ സെറ്റിംഗ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഏതൊക്കെ ഡിവൈസസ് ഏതൊക്കെ സീക്വൻസിലാണ് അത് ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള ലിസ്റ്റിനാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഓർഡറിനെ സ്പെസിഫൈ ചെയ്യുന്നതാണ് ബൂട്ട് ഓർഡർ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഏതൊക്കെ ഡിവൈസുകൾ, പല തരത്തിലുള്ള ബൂട്ടബിൾ ഡിവൈസസ് ഉണ്ട്. ഹാർഡ് ഡിസ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ SSD ആയിക്കോട്ടെ, USB ആയിക്കോട്ടെ, വാട്ടവർ. ഓക്കെ, സോ നെക്സ്റ്റ് ഇതിനകത്തേക്ക് നമുക്ക് പയ്യെ മൂവ് ഓൺ ചെയ്യാം. നമ്മൾ പതിയെ മെമ്മറിയുടെ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. മെമ്മറിയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ആക്ച്വലി അത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് വരുന്നത്. കാരണം ഇമ്പോർട്ടന്റ് ഇൻ ദ സെൻസ് ആക്ച്വലി ഒരു PSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണല്ലോ മെമ്മറി എന്ന് പറയുന്നത്. പല ടൈപ്പുള്ള മെമ്മറി, പല ടൈപ്പുള്ള മെമ്മറിയിൽ ആക്ച്വലി നമ്മളുടെ എപ്പോഴും ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ, ക്യാഷ് മെമ്മറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ബാക്കിയുള്ള മെമ്മറി പാർട്സിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് കാണാറുണ്ട്. ഓക്കെ, ബട്ട് നമുക്ക് ഓരോ മെമ്മറിയുടെയും കറക്റ്റ് ധർമ്മങ്ങൾ, ഡ്യൂട്ടീസ് എന്താണെന്ന് കൃത്യമായ കൺസെപ്റ്റ് ഓർത്തിരിക്കണം. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വോളറ്റൈൽ മെമ്മറി ദാറ്റ് ടെമ്പറലി സ്റ്റോർസ് ദ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് കറന്റ്ലി ബീയിങ് പ്രോസസ്ഡ് ദ CPU. അതായത് നമ്മളൊരു കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വെക്കുമ്പോൾ ഏതൊക്കെ പ്രോസസ്സുകളാണ്, ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് കറന്റ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നമ്മൾ ചെയ്തുകൊണ്ടുള്ള ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്നത് സ്റ്റോർ ചെയ്യുന്ന വോളറ്റൈൽ മെമ്മറി, അതായത് നഷ്ടപ്പെട്ടു പോകുന്ന മെമ്മറി. വിച്ച് മീൻസ് ആ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോൺ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്മറി അവിടെ ലൈക്ക് ഡിസപ്പിയർ ആയി പോകും. അങ്ങനെ ഡിസപ്പിയർ ആയി പോകുന്ന മെമ്മറി ഇതിലേതാണ്? ഓപ്ഷൻ എ റീഡ് ഒൺലി മെമ്മറി, ഓപ്ഷൻ ബി ഫ്ലാഷ് മെമ്മറി, ഓപ്ഷൻ സി റാൻഡം ആക്സസ് മെമ്മറി, ഓപ്ഷൻ ബി ഹാർഡ് ഡിസ്ക്. ഏത് ഓപ്ഷനാണ്? യെസ് യെസ് യെസ്. ഓക്കെ, സോ ഓപ്ഷൻ സി റാം എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ റാൻഡം ആക്സസ് മെമ്മറി ഈസ് എ വോളറ്റൈൽ മെമ്മറി മീനിങ് all the data is lost when power is turned off. It temporarily stores data and program instructions for quick access by the CPU. Okay, so അതിനകത്ത് നമുക്കൊരു ഡൗട്ടിന് സ്കോപ്പ് ഇല്ല. Okay, next, which type of memory is non-volatile and cannot be modified easily once written, often used to സ്റ്റോർ ദ സിസ്റ്റംസ് ഫേംവെയർ? ഇതിനകത്ത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ബോൾഡ് ചെയ്തിട്ടുണ്ട്. നോൺ വോളറ്റൈൽ ആണ്, നമുക്ക് അത്ര പെട്ടെന്നൊന്നും മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരിക്കൽ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഇത് യൂസ് ചെയ്യുന്നത് സിസ്റ്റത്തിന്റെ ഫേംവെയർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
നോൺ വോളറ്റൈൽ ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? അത് കമന്റ് ചെയ്തിട്ടുണ്ടോ? ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി. പറഞ്ഞിട്ടുള്ള എല്ലാവരും റോമിനാണ് സപ്പോർട്ട് ചെയ്തത്. ബാക്കി നമ്മളുടെ PSC ഫേവറേറ്റ് ക്യാഷ് മെമ്മറി പറയാൻ ആളുകളില്ല, അല്ലെങ്കിൽ വിർച്വൽ മെമ്മറി പറയാൻ ആളുകളില്ല. യെസ്, ഒബ്വിയസ്ലി റീഡ് ഓൺലി മെമ്മറി ആണ്. നമ്മൾ നോൺ വോളറ്റൈൽ ആണ്. അത് ആക്ച്വലി എപ്പോഴും പവർ ഓഫ് ചെയ്താലും അത് റിട്ടേൺ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ റോമിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, നമ്മുടെ ബയോസ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴും റോമിലാണ്. കാരണം ബയോസ് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മളുടെ നമ്മളിപ്പോ ഒരു തീപ്പൊരി എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഓഫായി കിടക്കുന്ന സിസ്റ്റത്തിനെ ഒന്ന് റീഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് ബയോസ് ആണ്. ആ ബയോസ് പെർമനന്റ് ആയിട്ട് നമ്മളുടെ സിസ്റ്റത്തിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ റീഡ് ഒൺലി മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി പെർമനന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ആ പെർമനന്റ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ് നമ്മളുടെ ബയോസ് ഇൻസ്ട്രക്ഷൻ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റും കൂടി ഉള്ളത്, നമുക്കത് മോഡിഫൈ ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല. ഒട്ടും പറ്റില്ല എന്നല്ല ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒട്ടും പറ്റില്ല എന്നല്ല. റീഡ് ഒൺലി മെമ്മറി ക്യാൻ ബി റീറിട്ടൺ, ബട്ട് നമ്മൾ നോർമലി പറയുന്നത് അത് പറ്റില്ല, അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി പെർമനന്റ് ആയിട്ടുള്ള നമ്മുടെ ബയോസ് ഇൻസ്ട്രക്ഷൻസ് ഏതിൽ സേവ് ചെയ്ത് വെക്കുന്നത്, നമ്മളുടെ റീഡ് ഒൺലി മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് നോൺ വോൾട്ടൈൽ ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ പറയാറുണ്ട്, റാമും റോമും തമ്മിലുള്ള വ്യത്യാസം എന്താ? റാമില് വോളറ്റൈൽ ആണ്, റോമില് നോൺ വോളറ്റൈൽ ആണ്. റാമിലാണ് കറന്റ് ആക്ടിവിറ്റീസ് നടക്കുന്നത്. അത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റാമിലെ ഡേറ്റ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇനി നമ്മളുടെ റോമിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ റീഇഗ്നൈറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാനുള്ള ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, അല്ലെങ്കിൽ യൂണിഫൈഡ് എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ് ഇൻസ്ട്രക്ഷൻസ് സേവ് ചെയ്ത് വെക്കുന്ന സ്ഥലം. പിന്നെ നമ്മൾ ആക്ച്വലി ഇതിന്റെ ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യാതെ പോയിട്ടുള്ള, നമുക്ക് ഹാർഡ് ഡിസ്കിന്റെ കാര്യവും ഫ്ലാഷ് മെമ്മറി ആക്ച്വലി നമ്മൾ സെക്കൻഡറി ഡിവൈസുകളായിട്ടാണ് അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്, ക്യാഷ് മെമ്മറി നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്തിട്ടുള്ള, മൾട്ടിപ്പിൾ ടൈം ആക്സസ് ചെയ്തിട്ടുള്ള ഫയൽസോ അല്ലെങ്കിൽ സോഴ്സസോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ അത് ആക്ച്വലി അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ഓരോ ഡിവൈസസിനും ഡിഫറെന്റ് ആയിരിക്കും. ഓരോ ഇപ്പൊ നമ്മളുടെ ആക്ച്വലി നമ്മളുടെ ഒരു ബ്രൗസറിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ആക്ച്വലി ആക്സസ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഒരു വെബ്സൈറ്റ്, ഇപ്പൊ നമ്മൾ ആക്ച്വലി എങ്ങനെയാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ICC അല്ലെങ്കിൽ ഫിഫയുടെ ഒരു വെബ്സൈറ്റ് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ലോഗിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് സെക്കൻഡ് ടൈം എടുക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് ലോഡ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് അതിന്റെ കുക്കീസ് കാര്യങ്ങൾ നമ്മളുടെ ആ ബ്രൗസറിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സെയിം കൺസെപ്റ്റ് പോലെ തന്നെ നമ്മൾ പലതവണ ചെയ്തിട്ടുള്ള പ്രോസസ്സുകൾ അതിന്റെ ഒരു ഫോട്ടോ കോപ്പി അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് പോലെ നമ്മളുടെ മെമ്മറി സിസ്റ്റത്തിൽ ക്യാഷ് മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. സോ ക്യാഷ് മെമ്മറിയിൽ അങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ക്യാഷ് മെമ്മറിയാണ് നമ്മൾ ഫാസ്റ്റസ്റ്റ് മെമ്മറി എന്ന് പൊതുവെ പറയാറുണ്ട്. സോ ക്യാഷ് മെമ്മറി കൂടുതലുള്ള ഒരു ഡിവൈസ് എന്ന് പറയുന്നത് അതിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് ക്യാഷ് മെമ്മറി കുറഞ്ഞ ഒരു ഡിവൈസിനേക്കാളും കൂടുതലായിരിക്കും. പ്രോസസ്സിംഗ് ടൈം കൂടുതലായിരിക്കും. ക്യാഷ് മെമ്മറി കുറവുള്ള ഡിവൈസിന് പ്രോസസ്സിംഗ് ടൈം കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഓക്കെ, സോ വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത് നമുക്കതൊരു അംബ്രല്ല ടേം ആയിട്ട് ആക്ച്വലി പറയാം. അത് നമുക്ക് ആക്ച്വലി നമ്മൾ ഈ ക്ലൗഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതോ അതുപോലത്തെ, അതായത് ഹാർഡ് ആയിട്ടുള്ള ഒരു ഡിവൈസിലല്ലാതെ
സ്റ്റോർ ചെയ്യുന്ന മെമ്മറീസിനെയാണ് നമ്മൾ നോർമലി വെർച്വൽ മെമ്മറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ഉൾപ്പെടുത്താറ്. ഓക്കെ, സോ റീഡ് ഓൺലി മെമ്മറി ഉത്തരം കറക്റ്റ് ആണ്. സോ നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് ടൈപ്പ് ഓഫ് മെമ്മറി ഇൻ ദ ഹൈറാർക്കി? മെയിൻ മെമ്മറി, ക്യാഷ് മെമ്മറി, മാഗ്നറ്റിക് ഡിസ്ക്, സെക്കൻഡറി മെമ്മറി. സോ നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫാസ്റ്റസ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാഷ് മെമ്മറിയാണ്. ബാക്കി ഏതിനേക്കാളും മെയിൻ മെമ്മറിയേക്കാളും, കാരണം ക്യാഷ് മെമ്മറി കഴിഞ്ഞിട്ടേ നമുക്ക് മെയിൻ മെമ്മറി വരുള്ളൂ. സെക്കൻഡറി മെമ്മറി അതിനുശേഷമാണ് വരുന്നത്. മെയിൻ മെമ്മറി നമ്മൾ പ്രൈമറി മെമ്മറി എന്ന് പറയാറുണ്ടല്ലോ. പിന്നെ നമ്മളുടെ മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് അതൊരു സംവാട്ട് ഒരു സെക്കൻഡറി മെമ്മറിയുടെ ഒരു പാർട്ടായിട്ടാണ് നമുക്ക് വേണമെങ്കിൽ അത് കൂട്ടാവുന്നത്. സോ ഒരു ഡൗട്ടുമില്ല, ക്യാഷ് മെമ്മറിയാണ് ഇതിന്റെ ഉത്തരം. അതാണ് നമ്മുടെ CPU-നോട് ഏറ്റവും അടുത്തുള്ള, അതുകൊണ്ട് തന്നെ ഏറ്റവും ഫ്രീക്വന്റ്ലി യൂസ്ഡ് ഡേറ്റയാണ് അതിൽ സ്റ്റോർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു ആക്സസ്. നെക്സ്റ്റ്, the technique used by cache memory to predict which data the CPU will need next is called. Option A, prefetching. Option B, encoding. Option C, paging. Option D, decoding. ഓപ്ഷൻ എ. ഓപ്ഷൻ ഇ അല്ലാതെ ആരെങ്കിലും നമ്മൾ ഇത്രയും ഓപ്ഷൻസ് കിട്ടതല്ലേ, അവർക്കൊന്നും സങ്കടം വരാതെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എൻകോഡിങ്ങും prefetching, encoding, paging, decoding. യെസ്. സോ നമുക്കിവിടെ ഓപ്ഷൻസ് വന്നിരിക്കുന്ന ഓപ്ഷൻ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ക്യാഷ് മെമ്മറി ഏതാണ് നെക്സ്റ്റ് വിളിക്കേണ്ടത് എന്ന് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് വെരി ഈസി. ഇറ്റ്സ് പ്രീഫെച്ചിങ്. പ്രീഫെച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ ക്യാഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ പ്രോസസ്സാണ്. ഇത് നമുക്ക് ഏത് CPU റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ആദ്യം ഏത് ഡേറ്റയാണ് നെക്സ്റ്റ് നമുക്ക് വിടേണ്ടത് അല്ലെങ്കിൽ ലോഡ് ചെയ്ത് അയക്കേണ്ടത് എന്ന് പറയുന്ന ആ പ്രോസസ്, അതിന്റെ ആ പേര് തന്നെ നമുക്ക് ആക്ച്വലി പ്രീഫെച്ച് എന്ന്, നമുക്ക് നെക്സ്റ്റ് ഫെച്ച് ചെയ്ത് എടുക്കേണ്ട ഡേറ്റ ഏതാണ് എന്നതാണ് പ്രീഫെച്ചിങ് വരുന്നത്. സോ ഇറ്റ്സ് റിലേറ്റഡ് ടു ക്യാഷ് മെമ്മറി. സോ പ്രീഫെച്ചിങ് വരുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ CPU-ന്റെ അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് ആക്ച്വലി കൂടും. സോ നമുക്കിപ്പോ ഇവിടെ ഞാൻ ഈ ഒരു ഓപ്ഷൻസ് കൊടുത്തപ്പോ നമുക്ക് ബാക്കി നമ്മുടെ കൺസെപ്റ്റ്സ് അവിടെ ഡിസ്കസ് ചെയ്യാതെ പോകണ്ട, നമുക്ക് അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. പ്രീഫെച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് ഡിലേ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീക്വന്റ് ആക്സസ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഡേറ്റ നമുക്ക് എളുപ്പം ഫെച്ച് ചെയ്യാവുന്ന ടെക്നിക്കാണ് പ്രീഫെച്ചിങ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. സോ എൻകോഡിങ്ങും ഡീകോഡിങ്ങും നമുക്ക് ആക്ച്വലി കമ്പൈൻ ചെയ്ത് ഒന്ന് നോക്കാം. കാരണം എൻകോഡിങ്ങും ഡീകോഡിംഗ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം. ഡീകോഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആക്ച്വലി ഓൾറെഡി അതിനൊരു ക്രിപ്റ്റഡ്
ഫോർമാറ്റിലോ അല്ലെങ്കിൽ അതിനൊരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ അതിനൊരു എന്താ മെഷീൻ റീഡബിളോ അങ്ങനെ ഒരു മാറ്റിയിരിക്കുന്ന ഒരു ഫോർമാറ്റിനെ തിരിച്ചതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഡീകോഡ് ചെയ്യുക എന്ന് പൊതുവെ പറയുന്നത്. എൻകോഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഏതെങ്കിലും ഒരു പ്രത്യേക ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ലൈക്ക് ഒരു മെഷീൻ റീഡബിൾ രീതിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി എൻഷുർ ചെയ്യുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയാറ്. സോ എൻകോഡിംഗ് ഡീകോഡിംഗ് കോംപ്ലിമെന്ററി ആയിട്ടുള്ള രണ്ട് പ്രൊസീജിയേഴ്സ് ആണ്. സോ അത് റിവേഴ്സ് പ്രോസസ്സും ആണ്. ഇനി നമ്മളുടെ പേജിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതൊരു മെമ്മറി മാനേജ്മെന്റ് മെത്തേഡാണ് പറയുന്നത്. എന്താണ് മെമ്മറി മാനേജ്മെന്റ്? നമ്മൾ പേജിംഗ് എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായ ഫിക്സഡ് ബ്ലോക്കുകളായി തിരിക്കുന്നു. നമ്മുടെ ടോട്ടൽ ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ മെമ്മറിനെ ഡിഫറെന്റ് സെക്ഷൻസ്, ഡിഫറെന്റ് ബ്ലോക്കുകളായി തിരിക്കുന്നു. ആ ഫിക്സഡ് സൈസ് ബ്ലോക്കുകൾക്ക് പറയുന്നതാണ് പേജസ് എന്ന് പറയുന്നത്. അതിനുശേഷം ആ പേജസ് ആയിരിക്കും നമ്മളുടെ മെമ്മറി മാനേജ്മെന്റിന് ആയിട്ട് ഡീൽ ചെയ്യപ്പെടുന്നത്. അപ്പൊ ആക്ച്വലി നമുക്ക് പാരലൽ പ്രോസസ്സിംഗ് വരുത്താനോ അല്ലെങ്കിൽ സീരിയൽ പ്രോസസ്സിംഗ് വരുത്താനോ എനേബിൾ ചെയ്യുന്നത് നമ്മൾ പേജ്, അതായത് ഫിക്സഡ് സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേജസ് ആണ് നമ്മൾ പിന്നീടുള്ള മെമ്മറി പ്രോസസ്സിംഗ് അല്ലെങ്കിൽ മെമ്മറി മാനേജ്മെന്റിന് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ക്യാഷ് മെമ്മറി ആൻഡ് മെയിൻ മെമ്മറി ഈസ് ബേസ്ഡ് ഓൺ എ യൂണിറ്റ് കോൾഡ് ഓപ്ഷൻ എ ഫ്രെയിം, ഓപ്ഷൻ ബി പേജ്, ഓപ്ഷൻ സി ബ്ലോക്ക് ഓർ ലൈൻ ആൻഡ് ഓപ്ഷൻ ഡി സെക്ടർ. ക്യാഷ് മെമ്മറിയും മെയിൻ മെമ്മറിക്കും ഇടയിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഫ്രെയിമിലാണോ, പേജിലാണോ, ബ്ലോക്ക് ഓർ ലൈനിലാണോ, അല്ലെങ്കിൽ സെക്ടറിലാണോ? എനിബഡി വാണ്ട് ടു ടേക്ക് എ ഗസ്? യെസ്, വാണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ടി പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് ഓർ ലൈൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് വാണി ഇവിടെ പറയുന്നത്. ക്യാഷ് മെമ്മറിക്കും മെയിൻ മെമ്മറിക്കും ഇടയിലുള്ള ക്യാഷ് ഡാറ്റ ട്രാൻസ്ഫർ എങ്ങനത്തെ ഒരു യൂണിറ്റിലാണ് നടക്കുന്നത്? ഓക്കെ, കുഴപ്പമില്ല. ബ്ലോക്ക് ഓർ ലൈൻ എടുത്തത് കറക്റ്റ് അറിയില്ല, വിഷയമില്ല. നമുക്ക് തെറ്റിയാലാണല്ലോ നമുക്കത് ഓർക്കുള്ളൂ. കാരണം ഇങ്ങനത്തെ ഇത് തെറ്റുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങള് ഈ നമ്മുടെ മോക്ക് ടെസ്റ്റുകളിലൊക്കെ അല്ലെങ്കിൽ ഇതുപോലത്തെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് വരുമ്പോൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ആക്ച്വലി നിങ്ങൾക്ക് വൈൽഡ് ഗസ്സസ് അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് ഗസ്സസ് എടുക്കുന്നതിന്റെ നിങ്ങളുടെ പ്രോബബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നത് നമുക്കൊരു ഓരോരുത്തർക്കും അത് പലർക്കും പല രീതിയിലാണ്. ചിലർ ആക്ച്വലി കാൽക്കുലേറ്റഡ് ഗസ് എടുക്കുന്നത് നല്ല രീതിക്ക് കറക്റ്റ് വരാറുണ്ട്. പക്ഷെ ചിലർക്ക് ആ ഉത്തരം ആയിരിക്കും ആദ്യം നമ്മൾ ശരിയായ ഉത്തരമായിരിക്കും നമ്മളുടെ കാൽക്കുലേറ്റഡ് ഗസ് നമ്മൾ ആദ്യം തെറ്റിക്കുന്നത്. സോ അത് ഡിഫറെന്റ് ആണ്. ഓരോരുത്തർക്കും അവരവരുടേതായ യൂണിക്നെസ് ഉണ്ട്. സോ അതൊക്കെ നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിൽ ട്രൈ ഔട്ട് ചെയ്യാം. സോ നമ്മളുടെ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ക്യാഷ് മെമ്മറി ആൻഡ് മെയിൻ മെമ്മറി. പറഞ്ഞോളൂ. സ്ക്രീൻ ഓഫ് ആക്കിയിട്ടിരുന്നാണോ സാറ്? അല്ലല്ലോ, കാണുന്നില്ലേ? ഇപ്പൊ കാണാൻ പറ്റുന്ന ഒരു 5 മിനിറ്റ് കാണാൻ പറ്റിയില്ലായിരുന്നു. 1 മിനിറ്റ് ആണോ? സ്റ്റുഡൻസ് എങ്ങനെയൊന്നും പറഞ്ഞു കണ്ടില്ല. ഇപ്പൊ കാണാൻ പറ്റുന്നു. അതെ അല്ലേ? ഓക്കെ. സോ ക്യാഷ് മെമ്മറി മെയിൻ മെമ്മറിക്ക് ഇടയ്ക്കുള്ള ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് ഓർ ലൈൻ തന്നെയാണ്. അത് ഒരു കറക്റ്റ് ഗസ് ആയിരുന്നു. സോ
ഇപ്പൊ കറക്റ്റ് ഗസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഗസ് ചെയ്ത് ശരിയാക്കേണ്ട ഉത്തരവല്ല. നമ്മൾ കറക്റ്റ് പഠിക്കേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. നമ്മൾ ആക്ച്വലി നമ്മൾ മെമ്മറി മാനേജ്മെന്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ, ഹലോ, എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഫൈൻ, താങ്ക് യു. സോ മെമ്മറി മാനേജ്മെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളുടെ അത് മെയിൻ മെമ്മറി മെയിൻ മെമ്മറിയുടെ കാര്യങ്ങളിലാണ്, അല്ലെങ്കിൽ നമ്മളുടെ വരുന്നതിലാണ് പേജസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മെയിൻ ആയിട്ട് കടന്നു വരുന്നത്. ക്യാഷ് മെമ്മറി നമുക്ക് എപ്പോഴും ആക്ച്വലി ഒരു യുണീക്ക് കൺസെപ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അതിൻ്റെതായ ഒരു യുണീക്ക് വേയിലാണ് പോകുന്നത്. സോ അതിന്റെ പേര് നമ്മൾ ബ്ലോക്ക് എന്നാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ക്യാഷ് ലൈൻസ് എന്നും പറയുന്നുണ്ട്. ഇവിടെ ബ്ലോക്ക് ഓർ ലൈൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് വേർഡ് ക്യാഷ് ലൈൻ തന്നെ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ബ്ലോക്ക് എന്ന് പറയുന്ന വേർഡാണ് ക്യാഷ് ട്രാൻസ്ഫർ. ഓക്കെ, സോ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. ടൈം റിക്വയർഡ് ടു ആക്സസ് എ മെമ്മറി ലൊക്കേഷൻ ആൻഡ് റിട്രീവ് ഡേറ്റ ഈസ് കോൾഡ്. നമുക്കൊരു മെമ്മറി ലൊക്കേഷനെ ആക്സസ് ചെയ്യാനും അവിടുത്തെ ഡേറ്റ റിട്രീവ് ചെയ്യാനും എടുക്കുന്ന ടൈമിന് പറയുന്ന പേര്. ഓപ്ഷൻ എ ആക്സസ് ടൈം, ഓപ്ഷൻ ബി സൈക്കിൾ ടൈം, ഓപ്ഷൻ സി ലാറ്റൻസി പീരീഡ്, ഓപ്ഷൻ ഡി മെമ്മറി ഡിലേ. Yes. Yeah. സോ ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. കൂടുതൽ നമ്മൾ ഫർദർ അങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് ഒന്നുമില്ല. സോ ആക്സസ് ടൈം തന്നെയാണ് കറക്റ്റ് ഉത്തരം. ആക്സസ് ടൈം എന്ന് പറയുന്നത് നമ്മളുടെ ടാറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടോട്ടൽ ആക്സസ് ടൈം എന്ന് പറയുന്ന ഇത് നമ്മൾ ഇപ്പൊ നമ്മളുടെ പലതരം ഷെഡ്യൂളിംഗ് എല്ലാം ആക്ച്വലി നമ്മൾ റൗണ്ട് റോബിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആയിക്കോട്ടെ, FCFS ആയിക്കോട്ടെ, പലതരം ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. സോ ആ അൽഗോരിതംസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ആക്സസ് ടൈം എന്ന് പറയുന്ന ടൈം നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആ ടാറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ആക്ച്വലി അതൊരു നമ്മളുടെ ആ ഒരു കമ്പ്യൂട്ടർ സയൻസ് ടേം തന്നെ ആക്ച്വലി അതിനുശേഷം ഇപ്പൊ നമ്മളുടെ ഒരു IT പ്രൊഫഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വരെ ടാറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. സോ നമ്മളുടെ ആക്സസ് ടൈം എന്ന് പറയുന്ന കറക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്ന ആ മെമ്മറി ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ ആക്സസ് ചെയ്യുകയും അതിനുശേഷം ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, അവിടെയുള്ള ഡേറ്റ നമുക്ക് എങ്ങോട്ടാണോ ആവശ്യം അങ്ങോട്ടേക്ക് റിട്രീവ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ആക്സസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ആക്ച്വലി നമുക്ക് സൈക്കിൾ ടൈം, ലേറ്റൻസി പീരീഡ്, മെമ്മറി ഡിലേ എന്ന് ഉള്ള ടേംസ് വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ കൃത്യമായി ഓർത്തിരിക്കേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ ലേറ്റൻസി പീരീഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ലേറ്റൻസി പീരീഡ് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാകും. എന്ന് വെച്ചാലും ഞാൻ ജസ്റ്റ് പറയുകയാണെങ്കിൽ ലേറ്റൻസി ആ വേർഡ് നിങ്ങൾക്ക് അറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ആക്ച്വലി നമ്മളൊരു സ്റ്റക്ക് ആയിട്ട് ഇരിക്കുവാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സിന് ഒരു ബ്ലോക്കേജ് വന്നു. അപ്പൊ ആ ബ്ലോക്കേജ് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ നിങ്ങൾ ആക്ച്വലി നമ്മൾ ഡെഡ് ലോക്കിനെ പറ്റിയൊക്കെ എല്ലാം നോർമലി പഠിക്കുന്നതാണ്. സോ ഒരു ഡെഡ് ലോക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡെഡ് ലോക്ക് വന്നതിന് ശേഷം നമുക്ക് എത്ര ടൈം ആക്ച്വലി അവിടെ ആ പ്രോസസ്സിങ്ങിന് വേണ്ടി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ എത്ര നേരം നമ്മുടെ ആ പ്രോസസ്സ് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ ആ വെയിറ്റ് അല്ലെങ്കിൽ എത്ര നേരം അത് ലേറ്റായി ആണ് നമ്മളുടെ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തത്. സോ അതിനാണ് നമ്മൾ ലേറ്റൻസി പീരീഡ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ പതിയെ നമ്മളുടെ ലൈക്ക് കറക്റ്റ് ആയിട്ട് നമ്മളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നതാണ് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിയും സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറിയും എന്ന് പറയുന്നു. സോ നമുക്ക് അതിന്റെ ഡിഫറൻസസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. സോ അതിന്റെ പേര് DRAM, SRAM. സോ DRAM എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിയാണ്. SRAM എന്ന് പറയുന്നത് സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറിയാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്മറി ടൈപ്സ് ഡസ് നോട്ട് റിക്വയർസ് റീഫ്രഷിംഗ്? റിഫ്രഷിംഗ് വേണ്ടാത്ത മെമ്മറി ടൈപ്പ് ഇതിൽ ഏതാണ്? അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി
ഓപ്ഷൻസ് 2 ഓപ്ഷൻസിലേക്ക് കട്ട് ഔട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇനി വേറെ ഉത്തരം വരുമോ എന്നും അറിയില്ല. നമുക്ക് നോക്കാം. ഇതിനകത്ത് ഏത് മെമ്മറി ടൈപ്പാണ് നമുക്ക് റിഫ്രഷിങ് ആവശ്യം ഇല്ലാത്തത്? റിഫ്രഷിങ് ആവശ്യമില്ലാത്തത് റിഫ്രഷിങ് ആവശ്യമില്ലാത്ത മെമ്മറി ഏതാണ്? ഓപ്ഷൻ എ ഡൈനാമിക് റാം, ഓപ്ഷൻ ബി സ്റ്റാറ്റിക് റാം, ഓപ്ഷൻ സി റോം അതായത് റീഡ് ഓൺലി മെമ്മറി, ഓപ്ഷൻ ഡി ഫ്ലാഷ് മെമ്മറി. യെസ്, ഓക്കെ. സോ എല്ലാവരും വാണിയും അമലും ദീപയും സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ബി എന്നാണ്. അതായത് നമ്മളുടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള റോം. സോ അത് തന്നെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ നമ്മളുടെ സ്റ്റാറ്റിക് റാമിന്റെയും ഡൈനാമിക് റാമിന്റെയും ഡിഫറൻസുകളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഡൈനാമിക് റാം എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഡൈനാമിക്കും സ്റ്റാറ്റിക് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് അത് നമുക്ക് ഡൈനാമിക് ആയിട്ട് കാര്യങ്ങൾ റീഡ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റിട്ടൈനിങ് പവർ കുറവായിരിക്കും എവിടെ നമ്മളുടെ ഡൈനാമിക്. സോ അവിടെ നമുക്ക് എന്താണ് റിഫ്രഷ് സൈക്കിൾ കൂടുതൽ വരേണ്ടതായിട്ട് വരുന്നുണ്ട് നമ്മളുടെ ഡി റാമിൽ. പക്ഷെ സ്റ്റാറ്റിക് റാമിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ സ്റ്റാറ്റിക് റാമിനെ നമ്മളിപ്പോൾ ലിങ്ക് ചെയ്യുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട് അതിന്റെ ഡേറ്റ അല്ലെങ്കിൽ അത് റീടൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സോ ഇറ്റ്സ് എ സ്റ്റാറ്റിക്. സോ ആ സ്റ്റാറ്റിക് മെമ്മറി ഉള്ളത് കൊണ്ട് തന്നെ അതിന് നമുക്ക് എപ്പോഴൊക്കെ പവർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡേറ്റ അത് കറക്റ്റ് ആയിട്ട് അത്രയും നേരം പവർ ഉള്ളിടത്തോളം നേരം അത് സ്റ്റോർ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് നമുക്ക് പറയാം സ്റ്റാറ്റിക് റാം കംപ്ലീറ്റ്ലി നമ്മളുടെ ഇപ്പൊ ഹാർഡ് ഡിസ്ക് പോലെയോ അങ്ങനെയൊന്നും കംപ്ലീറ്റ്ലി പെർമനന്റ് ആണെന്നല്ല. വെൻ കമ്പയർഡ് ടു ഡൈനാമിക് റോം ഇവിടെ നമുക്ക് എന്താ ഡേറ്റ കുറച്ചുകൂടി റീടൈം ചെയ്യുന്നത് സ്റ്റാറ്റിക് റാമിൽ ആണ് എന്നതാണ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ടുള്ള റിഫ്രഷ് സൈക്കിളിന്റെ ആവശ്യം ഇല്ല എന്ന് ആണ് നമുക്ക് പറയേണ്ടതായിട്ട് ഉള്ളത്. സോ നമ്മളുടെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള മേജർ ആൾക്കാരും സപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് റാം എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ള ഉത്തരവാണ്. ഇനി നമുക്ക് പല ടൈപ്പിലുള്ള റോമുകളെ പറ്റി പഠിക്കണം. ഇവിടെ ആക്ച്വലി നമുക്ക് നമ്മുടെ ഓപ്ഷൻസിൽ തന്നെ ഞാൻ അത് ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ടൈപ്പ് ഓഫ് റോം ക്യാൻ ബി പ്രോഗ്രാംഡ് ഓൺലി വൺസ് ഡ്യൂറിങ് മാനുഫാക്ചറിങ്? ഏത് റോമാണ് നമുക്ക് ലൈക്ക് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഒരു തവണ മാത്രം നമുക്ക് പ്രോഗ്രാം ചെയ്യാവുന്നത്? ഇവിടെ നമുക്ക് എന്ത് ഉത്തരവും ആയിക്കോട്ടെ, ഇവിടെ PROM അതായത് PROM എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ഫുൾ ഫോം എന്ന് പഠിക്കണം. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇനി നമുക്ക് EPROM എന്ന് പറഞ്ഞ EPROMന്റെ ഫുൾ ഫോം അറിയാവുന്നവരുണ്ടോ? നിങ്ങൾ ഫുൾ ഫോം ആണോ അതോ അതിന്റെ ഉത്തരം ആണോ പറയുന്നത്? ഓക്കെ, ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ ഫുൾ ഫോം അറിയാമെങ്കിൽ ഒന്ന്. ഇലക്ട്രിക്കലി എറേസബിൾ ഏതാണ്? ഇലക്ട്രിക്കലി എറേസബിൾ 2 വേണ്ടേ? EPROM ആണ്. കറക്റ്റ്. EPROM എന്ന് പറയുന്നത് എറേസബിൾ പ്രോഗ്രാമബിൾ. കറക്റ്റ്. അമലിന് അറിയാത്തതുകൊണ്ടല്ല. സോ ഇതിനകത്ത് നമ്മൾ ആക്ച്വലി ഇപ്പോഴും പറയുകയാണെങ്കിൽ
ഈ പി റോം പഠിക്കുകയാണെങ്കിൽ അതിന്റെ ഫുൾ ഫോം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിൽ നിന്നും ഓരോന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. എല്ലാത്തിന്റെയും ഫുൾ ഫോം നമുക്ക് സെറ്റ് ആയിക്കോളും. എനിവേ നമ്മൾക്ക് കമ്മിങ് ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ. സോ വിച്ച് ടൈപ്പ് ഓഫ് റോം ക്യാൻ ബി പ്രോഗ്രാം ഓൺലി വൺസ് ഡ്യൂറിങ് മാനുഫാക്ചറിങ്? ഏത് ഇതാണ് നമുക്ക് ഒരു തവണ മാത്രം മാനുഫാക്ചർ ചെയ്തതിന് ശേഷം ഉള്ളത്? കാരണം അവിടെ എന്താണെന്ന് വെച്ചാൽ അസ് നെയിം ഇൻഡിക്കേറ്റ്സ് ലൈക്ക് എന്താണ് പീറോം എന്ന് പറയുന്നത് നമുക്ക് ഒരൊറ്റ തവണ. ഇറേസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇറേസ് ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ അത് എപ്പോഴും ഒന്നും നമുക്ക് ഇറേസ് ചെയ്യാനായിട്ട് പറ്റുമൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ അത് ഒരു ഹെവി ആയിട്ടുള്ള പ്രോസസ്സുകളിലൂടെയാണ് നമുക്കത് ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ പിന്നെ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം നമുക്കുണ്ട്. അതാണെങ്കിൽ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് അതിനകത്തേക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും. സോ ഇതിന്റെ ഒരു ഓർഡർ വരുവാണെങ്കിൽ ഏതിനായിരിക്കും നോർമലി പൈസ അല്ലെങ്കിൽ എക്സ്പെൻസീവ് അല്ലാത്തത്, ചീപ്പർ ആയിട്ടുള്ളത് പറയുകയാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്കത് പ്രോഗ്രാമബിൾ റോം ആയിട്ടാണ് പറയുന്നത്. നമുക്ക് എത്ര തവണ അത് ഇറേസ് ചെയ്യാം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിലേക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും. കാരണം റോം എന്ന് പറയുന്നത് നമ്മളുടെ നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അതിനകത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റത്തിന്റെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ യൂണിഫൈഡ് എക്സ്റ്റൻസിബിൾ ഫേംവെയർ ഇന്റർഫേസിന്റെ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്ന മെമ്മറി പോർഷൻ, മെമ്മറി സിസ്റ്റം ആണ് നമ്മുടെ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. സോ അതിലെ മെമ്മറി നമുക്ക് അങ്ങനെ എപ്പോഴും ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ലാത്തതാണ്. എന്നിരുന്നാലും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, വളരെ നീഡായിട്ടുള്ളത് ചേഞ്ച് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ റോമിന്റെ വെറൈറ്റീസ് ആണ് പ്രോഗ്രാമബിൾ, ഇറേസബിൾ പ്രോഗ്രാമബിൾ, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഒറ്റ തവണ മാത്രമേ ഉള്ളൂ. സോ അവിടെ അതിന് വേറെ ഫ്ലെക്സിബിലിറ്റി ഒന്നും നമുക്ക് അധികം അലൗ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സോ ഉത്തരം എന്ന് പറയുന്നത് മാസ്ക് റോം ആണ്. ഞെട്ടിയോ? ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആക്ച്വലി നിങ്ങൾക്ക് മാസ്ക് റോം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടോ? ഹലോ ഹലോ മാസ്ക് റോം ഇല്ല. അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എന്റെ ടോൺ വെച്ചിട്ട് നിങ്ങൾ ഉത്തരത്തിലേക്ക് വരരുത്. നിങ്ങൾ ഇതുവരെയുള്ളതെല്ലാം ആക്ച്വലി അടിപൊളിയായിട്ട് പറഞ്ഞു വന്നു, എല്ലാം കറക്റ്റ് ആണ് സംഭവം. ഇല്ല. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോ നമുക്ക് ഇന്നിപ്പോ എന്നോട് 1 അവറിന്റെ സെഷൻ ആണ് എടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം ഇത് നമുക്ക് ഇപ്പൊ ഇവിടെ വെച്ച് ക്ലാസ് അല്ല, ഈ മാസ്കോമിന്റെ ഈ സാധനം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കത് ഡയറക്റ്റ് പറയായിരുന്നു. പക്ഷെ അത് ചിലയിടത്ത് എടുത്ത് കാണില്ല എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. സോ മാസ്ക്രോമിനെ പറ്റി ഒരു സെഷന് ജസ്റ്റ് ഒരു വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് സെഷന് നിങ്ങൾക്ക് അത് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പി റോം ആയിരിക്കും മോസ്റ്റ് ആൾക്കാർ പറയുന്നത്. പക്ഷെ നമുക്ക് ആക്ച്വലി നമ്മളുടെ ഇപ്പൊ പുതിയ ഇതായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യനുകൾ, അതായത് ഗേറ്റിന്റെ ഒക്കെ കുറച്ച് ക്വസ്റ്റ്യനുകളിൽ ഒരിക്കൽ മാത്രം ചെയ്യാവുന്നത് എന്ന് പറഞ്ഞ് ഇരിക്കുന്നതിൽ ഉത്തരമായിട്ട് മാസ്ക് റോം ആണ് നമുക്ക് പുതിയ സിലബസുകളിലും അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കാണുന്നത്. സോ ആ മാസ്ക് റോം കൺസെപ്റ്റ് അധികം ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാറില്ല. സോ നെക്സ്റ്റ് സെഷനിൽ ഇതിപ്പോ ഇനി എനിക്കൊരു 10 മിനിറ്റ്സിന്റെ സാധനമേ ഉള്ളൂ. സോ ഞാനത് നെക്സ്റ്റ് ക്ലാസ്സിന് നിങ്ങൾക്ക് മാസ്ക് റോം അത്യാവശ്യം എടുത്തു തരാം, ഡോണ്ട് വെറി. ഓക്കെ. സോ അത് ഞാൻ മറന്നു പോവില്ല, നെക്സ്റ്റ് സെഷനിൽ ആയിക്കോട്ടെ. എനിവേ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബോധ്യത്തിൽ തന്നെയാണ്. സോ വിച്ച് ടൈപ്പ് ഓഫ് ദ റോം ക്യാൻ ബി ഇലക്ട്രിക്കലി ഇറേസ്ഡ് ആൻഡ് റീപ്രോഗ്രാംഡ്? Which type of ROM can be electrically erased and reprogrammed? Asta? എല്ലാവർക്കും പറയാൻ തന്നെ ഇതായോ? ഓക്കെ. അമൽ, ശരി. സോ electrically erased and reprogrammed ROM എന്ന് പറയുന്ന as the name indicates ഈ WP ROM ആണ് വരുന്നത്. സോ നമുക്കത് നമ്മുടെ സർക്യൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാതെ, അതാണ്
റീറിട്ടേൺ ചെയ്യാനായിട്ട്, ഇലക്ട്രിക്കലി റീറിട്ടേൺ ചെയ്യാനായിട്ട് ഈ പ്രോമിനെ കൊണ്ട് സാധിക്കും. അത് നമ്മളുടെ ഈ റോമിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ളതാണ്. സോ അതിന് നമുക്ക് ചേഞ്ചസ് കൂടുതൽ വരുത്താനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ അത് നമുക്ക് എക്സ്പെൻസീവ് ആയിരിക്കും. സോ ഉത്തരം WP റോം എന്നാണ്. ഓക്കെ, എനിവേ നെക്സ്റ്റ് നമ്മുടെ ക്യാഷ് മെമ്മറി സിസ്റ്റത്തില് the process of checking whether the required data is present in the cache before accessing main memory is known as. അതായത് നമ്മളൊരു പ്രോസസ്സ് ചെയ്യാനായിട്ടിരിക്കുമ്പോൾ ഡേറ്റ നമ്മൾ ആദ്യം എവിടെയായിരിക്കും ചെക്ക് ചെയ്യുന്നത്? നമ്മുടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി ക്യാഷ് മെമ്മറി. സോ ആ ക്യാഷ് മെയിൻ മെമ്മറിയോടെ ഏറ്റവും അടുത്തിരിക്കുന്ന ക്യാഷ് മെമ്മറി. സോ ആ ക്യാഷ് മെമ്മറിയോട് അടുത്തിരിക്കുന്ന മെയിൻ മെമ്മറിയോട് അടുത്തിരിക്കുന്ന ക്യാഷ് മെമ്മറിയിൽ നമ്മൾ ആ ഡേറ്റ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേര് ഏതാണ്? ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിന് നമുക്ക് വേണ്ട ഡേറ്റ ചെക്ക് ചെയ്യുന്നതിന് പറയുന്ന പേര് എന്താണ്? ക്യാഷ് ഹിറ്റ്, ക്യാഷ് മിസ്, ക്യാഷ് ലുക്കപ്പ്, ഓപ്ഷൻ എ മാപ്പിംഗ്. അതും കൂടി ഉണ്ടായിരുന്നു. ഞാനത് പറയാതെ വിട്ടു എന്ന് കരുതി അത് ഉത്തരമാവാതിരിക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. മാപ്പിംഗ്, ക്യാഷ് ഹിറ്റ്, ക്യാഷ് മിസ്, ക്യാഷ് ലുക്കപ്പ്. ഓപ്ഷൻ എ മാപ്പിംഗ്. രണ്ടുപേര് പറയുന്നുണ്ട്. അമല് സി പറഞ്ഞത് നേരത്തെ ക്വസ്റ്റ്യൻ ആണോ അതോ ഈ ക്വസ്റ്റ്യൻ ആണോ? അല്ല, നേരത്തെ ക്വസ്റ്റ്യൻ ആണെന്നാണ്. അമൽ, യു വാണ്ട് ടു ടേക്ക് എ ഗസ്? നോ, ഓക്കെ. അമൽ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ പോയോ? ഓക്കെ. സോ നമ്മളുടെ വാണിയും ദീപയും മാപ്പിംഗ് പറഞ്ഞ് ഇത് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ അമൽ ഗസ് എടുത്തിട്ടില്ല. ക്യാഷ് ലുക്കപ്പ് ഇത് നിങ്ങളിത് പഠിച്ചിട്ടുള്ളതല്ലേ പിള്ളേരെ? അല്ലെങ്കിൽ വെറുതെ തമാശക്ക് പറഞ്ഞതാണോ? ഓക്കെ, എനിവേ ഓക്കെ. സോ നമ്മൾ ക്യാഷ് മെമ്മറി സിസ്റ്റത്തിൽ നമുക്ക് ആക്ച്വലി പ്രധാനമായിട്ടുള്ള 3 വേർഡ് ആണല്ലോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ക്യാഷ് ചെക്ക് ചെയ്യുന്നത് അതിന്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ക്യാഷ് ലുക്കപ്പ്. അവിടെ നമുക്ക് നമ്മുടെ റിക്വയർഡ് ഡേറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ക്യാഷ് ഹിറ്റ് എന്ന് പറയാറുണ്ട്, ക്യാഷ് മിസ് എന്ന് പറയാറുണ്ട്. സോ അതിൽ ആക്ച്വലി ഒരു കൺഫ്യൂഷൻ, ഞാനത് ചുമ്മാ തമാശയ്ക്ക് അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ക്യാഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് പ്രൊസീജിയർ, അതിന്റെ ഡേറ്റ ചെക്ക് ചെയ്യുന്നതിൽ പ്രൊസീജിയറിൽ വരുന്നത് ഈ 3 കാര്യങ്ങളാണ്. അതായത് നമ്മൾ ആ ഡേറ്റ ചെക്ക് ചെയ്യുന്നതിന് ക്യാഷ് ലുക്കപ്പ്, അത് നമുക്ക് അതിന്റെ ഡേറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഹിറ്റ്. കാരണം ക്യാഷ് ഹിറ്റ്, ക്യാഷ് മിസ്, ഈ 2 വേർഡ് വളരെ ഫെമിലിയർ ആണ്. സോ ലൈക്ക് ഇത് രണ്ടിന്റെയും കൂടി അംബ്രല ടേം ആയിട്ട് വരുന്നതാണ് ക്യാഷ് ലുക്കപ്പ്. ഓക്കെ. സോ